ഗാസയിൽ ഹമാസിനെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. ഗാസ സിറ്റിയിലും ബേക്ക് ലാഹിയയിലും പ്രതിഷേധം കടുക്കുകയാണ്. ഗാസയിലെ ജനങ്ങൾ ഹമാസിൻ്റെ പതനം ആഗ്രഹിക്കുന്നു എന്നെഴുതിയ ബാനറുകളും ഉയർന്നു കഴിഞ്ഞു. ഹമാസ് ഉണ്ടാക്കിയ യുദ്ധം കാരണം തങ്ങളുടെ വീടുകൾ തകർന്നു, കുട്ടികൾ കൊല്ലപ്പെട്ടു. ഹമാസിൻ്റെ യുദ്ധക്കൊതി അവസാനിപ്പിക്കണമെന്നും ഗാസയിലെ ജനങ്ങൾ പറയുന്നു. അതേസമയം ഇസ്രായേലിനെതിരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം പാലസ്തീനിയൻ ജിഹാദ് ഏറ്റെടുക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഹമാസിനെതിരായ പ്രതിഷേധം അവിടെ ഉയർന്നു വരുന്നു. സാധാരണ ജനങ്ങൾ പോലും ഹമാസിനെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇസ്രായേൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം പാലസ്തീനിയൻ ജിഹാദ് ഏറ്റെടുക്കുകയും ചെയ്തല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ ഇസ്ലാമിക് ജിഹാദ് നടത്തിയ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന്റെ പ്രത്യാക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായി കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസയ്ക്ക് നേരെ ഉണ്ടായത്. ഈ പ്രശ്നമാണ്, ഈ ആക്രമണമാണ് ഗാസയിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും അവർ ഹമാസിനെതിരെ തിരിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഹമാസ് ഇവിടെ നിന്ന്, അതായത് ഗാസയിൽ നിന്ന് വിട്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയും ഇന്നും ശക്തമായ പ്രതിഷേധമാണ് അവിടെയുള്ള സാധാരണക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ പൗരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹമാസിന്റെ ആ സംവിധാനങ്ങളെല്ലാം തന്നെ ഗാസ വിട്ടുപോകണം എന്നൊരു ആവശ്യമാണ്. ഈ ഹമാസിന്റെ പതനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹമാസ് തങ്ങളുടെ സ്വസ്ഥ ജീവിതം തകർക്കുന്നു, തങ്ങളുടെ കുട്ടികളുടെ ജീവൻ തകർക്കുന്നു, കെട്ടിടങ്ങൾ തകർക്കുന്നു, അതിനുള്ള എല്ലാ ഭീകര സ്വഭാവത്തോടെയും പെരുമാറി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പുറത്താക്കണം എന്നൊരാവശ്യമാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇസ്ലാമിക് ജിഹാദും അതുപോലെ തന്നെ മറ്റു ഭീകര സംഘടനകളും, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഹൂതി വിമതർ എല്ലാവരും തന്നെ ശക്തമായ പിന്തുണ ഹമാസിന് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ തോതിൽ ഒരു ആക്രമണം നടത്താൻ ഹമാസിന് സാധിക്കുകയും ചെയ്തത്. ഒക്ടോബറിൽ നടന്ന, അതായത് ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ തുടർന്ന് ഏതാണ്ട് 17 മാസത്തിലേറെയായി ഈ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴും പ്രശ്നങ്ങൾ തീരാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ എതിർപ്പ് അവിടെയുള്ള സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും ഹമാസിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗമായാലും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളായാലും മിലീഷ്യയായാലും ആ രാജ്യം വിട്ടു പോകണമെന്ന കടുത്ത ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് ജിഹാദിന്റെ ഇടപെടലുകളെല്ലാം തന്നെ, പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഇടപെടലുകളെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ജിഹാദ് പ്രവർത്തനങ്ങളെ കടുത്ത രീതിയിൽ എതിർക്കുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നടപടിയും ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. ഹൂതി വിമതർക്കെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും എല്ലാം തന്നെ ശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഹമാസിനെതിരെ അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ആക്രമണം തങ്ങളുടെ സുരക്ഷിത ജീവിതത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഈ ഹമാസിന്റെ തെറ്റായ ചില നിലപാടുകൾ രാജ്യത്തു നിന്ന് ശത്രുക്കളെ സൃഷ്ടിച്ചെടുക്കുന്നു എന്ന കടുത്ത വിമർശനമാണ് ഹമാസിന്റെ ഈ ഗാസയിലെ ജനത മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, 2 ദിവസമായി ശക്തമായ പ്രതിഷേധം തുടരുന്നു. ഇനിയും പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ നടന്നതിനേക്കാൾ ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗാസ സിറ്റിയിലും ബേത്ത് ലാഹിയയിലും എല്ലാം തന്നെ പ്രക്ഷോഭം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ പഴയ അറബ് വസന്തത്തിന് സമാനമായ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം അവിടെ, ജനകീയ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഹമാസിന്റെ നിലനിൽപ്പിനെ പോലും അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന കൃത്യമായ നിലപാട് ഇസ്രയേലും അമേരിക്കയും സ്വീകരിക്കുന്നുണ്ട്. അതിലേക്കുള്ള സാഹചര്യങ്ങൾ കൂടുതൽ അടുത്തു വരുന്നു. ഹമാസിന്റെ പതനം വൈകാതെ ഉണ്ടാകുന്ന സൂചനകൾ ലഭിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രത്യക്ഷ പ്രക്ഷോഭങ്ങളിൽ നിന്നെല്ലാം തന്നെ. വിനോദ്, തീർച്ചയായും ഹമാസിനെതിരായ പ്രതിഷേധം വളരെ ശക്തമായി ഉയർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം പാലസ്തീനിയൻ ജിഹാദ് ഏറ്റെടുക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.